അങ്ങോട്ട് മാറിക്കടാ. ജിമ്മിയെ, എന്നതായിരുന്നടാ കൊച്ചെ, നീ പൗലോസിനെ കിഡ്നാപ്പ് ചെയ്തെന്നോ ആത്മാഹത്യ നടത്തിയെന്നോ? ഏതായാലും നാണക്കേട് കാരണം പുള്ളിക്കാരൻ കംപ്ലൈന്റിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. ഇനി ഇപ്പൊ നീങ്ങിയാലും ഈ കോരസാർ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നിന്നെ ആരും മൂക്കി കയറ്റുകയല്ല. ആ പിന്നെ ജിമ്മിച്ച, ഇലക്ഷനും അടുക്കുക. ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത് ഇവിടുന്ന് വിളിച്ചാൽ വിളിയേക്കുന്ന സ്ഥലമാണ്. എന്റെ അമ്പാറ് ദേവസി, വിളിച്ചാൽ വിളികേക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോ പിന്നെ എന്ത് ഭയപ്പെടാൻ? ജിമിച്ച, കറുപ്പും വെളുപ്പുമായിട്ട് 64 കള്ളികളുള്ള കളത്തിൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ചതുരംഗ കളിയാണ് പൊളിറ്റിക്സ്. അവിടെ പടവെട്ടുന്നതും തടയുന്നതും മുൻനിരയിലുള്ള കാലാൽപ്പടയാണ്. കൊല്ലാനും ചാവാനും തയ്യാറായിട്ടുള്ള കാലാൽപ്പട. ചെസ് ഗെയിമിൽ അതിനെ പോൺസ് എന്ന് വിളിക്കും. പ്രതിയോഗിയുടെ ആക്രമണം ശക്തമെന്ന് തോന്നിയാൽ ആനയും തേരും പോരിനിറങ്ങും. മിനിസ്റ്ററും ബിഷപ്പും കളിക്കുവാനുള്ള കരുക്കളല്ല, കളിപ്പിക്കാനുള്ള കരുക്കളാണ് കളിയിലെ തമ്പുരാക്കന്മാർ. ജിമ്മി, കോട്ടയം പാലാ ടൗണിലെ ഇട്ടാവട്ട കളി പോരാ. ഒരു MLA ആകുന്നിടത്ത് നിന്നാണ് ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ ജനിക്കുന്നത്. പിന്നെ സംസ്ഥാനം മുഴുവൻ നിറഞ്ഞ് കളിക്കരുതോ? അതിന് ഇതേ നിൽക്കുന്ന ഒരാള് മെതിക്കളം തൊമ്മി 87-ലും 92-ലും ഒക്കെ പറഞ്ഞതാ ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാൻ. സാറിന് അറിയാവല്ലോ, എന്റെ അപ്പൻ മെതിക്കൾ അവറാൻ കർത്താവിൽ നിദ്ര പ്രാപിക്കുമ്പോൾ എമ്പടി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടാ പോയത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ട ഒരു വഴിയാ ഈ കള്ളു കച്ചവടം. അതുകൊണ്ട് എനിക്ക് MLA ആകണ്ട, മന്ത്രി ആകണ്ട. പക്ഷേ എന്റെ കൊച്ചൻ ഒരു മന്ത്രിയായി എനിക്ക് കാണണം. എന്നിട്ട് ആ കൊടിവെച്ച കാറേല് അവന്റെ കൂടെ എനിക്ക് ജഗ ജഗ ജഗയെന്ന് ഒന്ന് യാത്ര ചെയ്യണം. പിന്നെ കൊരസാറേ, എന്റെ ബാറിന്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ദിവസവും അതിന്റെ മുമ്പിൽ തൊന്തരവാ. പറഞ്ഞു വരുമ്പോ നിസാരവാ. ആ ബാറെങ്ങാനും അവിടെ നിന്ന് മാറ്റിയ നമ്മുടെ ഗ്രൂപ്പുകാർ തോറ്റെന്ന അർത്ഥം. തൊമ്മിച്ചനും ജിമ്മിയും ഏതായാലും നാളെ കളക്ടറുടെ കോംപ്രമൈസ് യോഗത്തിന് പോണം. എന്നതാണെന്നറിയാമല്ലോ. കോട്ടയം പ്രദേശത്തെ കാര്യം ഞാൻ ജിമ്മിച്ചനെ ഏൽപ്പിച്ചിരിക്കുക. എന്നതാന്ന് വെച്ചാ കാണിച്ചോ? സാർ, ഈ ബാറിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് പറയാനുള്ള ആവലാതി കേട്ടതിന് ശേഷം സാർ എന്തും തീരുമാനിച്ചോ? എന്ത് വേണേലും. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളതും കേൾക്കണം. പറഞ്ഞോളൂ. നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ള വേദിയാണിത്. 3 മാസക്കാലമായി ഇവിടെ ഈ ബാറിന്റെ പേരിൽ തമ്മിത്തല്ലുന്നു. ഈ പ്രശ്നം നിലവിലിരിക്കെ പുതുതായി ചാർജ് എടുത്ത ബഹുമാനപ്പെട്ട SP നയനാ പിള്ള പകുതിക്ക് കയറി വന്ന ഒരു കഥാപാത്രമാണ്. പുതിയ SP വന്നപ്പോ നീതിപൂർവമായ ഒരു സമീപനം എടുക്കുമെന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചു. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. മിസ്റ്റർ, ഞാൻ എന്ത് അനീതിയാണ് കാട്ടിയത്? ആരാധനാലയത്തിന് 200 മീറ്റർ ദൂരത്തല്ലാതെ ഒരു മദ്യശാല പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ പോലീസുകാരുടെ ജോലി. ഓക്കെ മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. 986 നവംബർ 4-നാണ് ഓൾഗ ഹോട്ടൽ ഉടമസ്ഥൻ മെതിക്കളം തൊമ്മിക്ക് സർക്കാരിൽ നിന്ന് ഈ ബാർ അനുവദിച്ചു കിട്ടുന്നത്. അന്ന് കേരളത്തിൽ കേരളദേശം പാർട്ടി ഒന്നേ ഉള്ളൂ. വലിയനാമറ്റം പള്ളിക്ക് നേർ മുന്നിൽ കുരിശുപള്ളി ഒന്നേ ഉള്ളൂ. 988 ജനുവരി 4-ന് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാൽ കേരളദേശം പാർട്ടി പിളർന്ന് രണ്ടാകുകയും വിദ്യുശക്തി വകുപ്പ് മന്ത്രി ശ്രീ KC കോരയുടെ ഗ്രൂപ്പും ആഭ്യന്തരമന്ത്രി PP പൗലോസിന്റെ പൗലോസ് ഗ്രൂപ്പും നിലവിൽ വന്നു. ഈ വിവാദ ബാറിന്റെ ഉടമസ്ഥൻ ഈ മെതിക്കളം തൊമ്മി ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ KC കോരയുടെ ഗ്രൂപ്പിൽ പെട്ടു. അത് വിധി. ജോസെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി പ്രഭാതം പൊട്ടിവിരിഞ്ഞപ്പോ പാലാ നിവാസികൾ ഒരു അത്ഭുതം കണ്ട് അമ്പരന്നു. വോൾഗ ബാറിന്റെ പടിക്കല് പൊന്തക്കാട് പിടിച്ചു കിടന്ന ആലായി ഡേവിസിന്റെ തരിശുപറമ്പില് വിശുദ്ധ അന്തോണീസിന്റെ മനോഹരമായ ഒരു കുരിശുപള്ളി ഉയർന്നിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദദായകം തന്നെ. മെഴുകുതിരി കത്തിച്ചും കുന്തിരിക്കുകയും പുകച്ച് അവരത് ആഘോഷിക്കുകയും ചെയ്തു. ഈ സൽക്കർമ്മത്തിന് പിന്നിലെ ഗൂഢോദ്ദേശം പള്ളിക്ക് പടിഞ്ഞാറ് മന്ത്രി PP പൗലോസ് ഈ കൊഴുവനാൽ ജോസിനെ ബിനാമിയാക്കി നിർത്തി കെട്ടി ഉയർത്തുന്ന 3 സ്റ്റാർ ബാറിന് വേണ്ടിയാണെന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല. ആ ബാറ് പണിതീർന്ന് വരുമ്പോഴേ സിറ്റിയിലെ തരക്കേടില്ലാതെ വിറ്റുവരവുള്ള വോൾഗ ബാറ് പൂട്ടും. അത് പൂട്ടിക്കാന്നുള്ള ജോസിന്റെ മന്ത്രിയുടെ ആവശ്യമാണ്. ആ ബാറ് മാറ്റാനുള്ള സമരം അന്ന് മുതൽ തുടങ്ങി. ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത വിധത്തിലാണ് അധികാരികൾ ഇന്ന് വരെ പ്രവർത്തിച്ചു പോരുന്നത്. അത് മിസ്റ്റർ ജിമ്മിക്ക് തോന്നുന്നതാണ്. ഞങ്ങൾ സിവിൽ സർവീസുകാർക്ക് ഒരു പാർഷ്യാലിറ്റി ഇല്ല. ജിമ്മി ഈ പ്രശ്നത്തിലെടുക്കുന്ന നിലപാട് വ്യക്തമാക്കണം. അത് ഇവർക്ക് കൂടെ സമ്മതമാകുന്നതാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം തീർക്കാം. എന്താ? എന്റെ നിലപാട് ഞാൻ എന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പ്രശ്നം കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് കോടതി വിധി വരട്ടെ.
ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി എന്ത് വിധിച്ചാലും ഞാനത് ശിരസാ വഹിക്കും. പക്ഷെ അതിനു മുമ്പ് മസിൽ പവർ കൊണ്ട് ജയിക്കാമെന്ന് വെച്ചാ അത് നടക്കില്ല, നടത്തില്ല. മിനി ലൈലേ എവളുമാരെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം. നിനക്കൊക്കെ അവിടെ എന്നതാ പണി? ഇച്ചൻ എന്നതിനാ കിടന്ന് തുള്ളുന്നേ? എന്നതാന്ന് വെച്ചാ കാര്യം പറ. എന്റെ ആ സിമന്റ് കളർ ഷർട്ട് തേച്ച് വെക്കണമെന്ന് എത്ര വട്ടം പറഞ്ഞതാ? ഇന്നാണെങ്കിൽ 100 കൂട്ടം പണിയുള്ള ദിവസിയാ. എന്നും നിനക്ക് തന്നെയാണല്ലോ. ഇവൾ ഒരു മാസമായിട്ട് നിന്നോട് പറയുന്നതല്ലേ ആ തയ്യൽ മെഷീന്റെ ചവിട്ടുപടി ഒന്ന് നേരാക്കി കൊണ്ടുവരാൻ. നിനക്ക് അതിനൊന്നും നേരമില്ലല്ലോ. എന്റെ അമ്മച്ചി ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ജിമ്മിച്ചൻ MLA ആയി കഴിഞ്ഞാൽ എന്റെ പെങ്ങന്മാർക്ക് തയ്യൽ മെഷീൻ അല്ല 10 കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഓ ജിമ്മിച്ചായ മന്ത്രി ഇച്ചായനായിരിക്കും ഡ്രൈവർ. ഇച്ചായി ഷർട്ട് റെഡി കണ്ട സൂസന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അയ്യടാ, അത് സൂസനല്ല, ഞാനാ തേച്ചു വെച്ചത്. ആണോ? ഇപ്പൊ നനച്ചെന്റെ തേച്ചെന്റെയും കൂടെ കൂട്ടി രൂപ എത്രയും തരാളോന്ന് വല്ല കണക്കുണ്ടോ? അതുകളാ കണക്കൂട്ടി തന്നെയാണ് ഈ ചെത്തി മറ്റം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാപ്പി കുടിച്ചിട്ട് പോണേ മോനെ. അങ്ങനെ ജിമിച്ചാ കൊച്ചനെ അവ എണീറ്റിട്ടില്ല. ഇത് കണ്ടോ, ഇന്നലെ ചാമം പതാലിൽ നടന്ന അംഗൻവാടി ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ. ഈ നിൽക്കുന്ന ആരാണെന്ന് നോക്കി, യുവ നേതാവ് മാത്തൻ ചെത്തിമറ്റം. എവിടെ എവിടെ ഇതിലേതാണോ നീ? ഞാനോ? വ്യക്തമായില്ലല്ലേ? എന്നാ പറയാനാ ചായ? ഈ ഫോട്ടോ പത്രത്തിൽ വന്നതുകൊണ്ട് മാത്രം നേതാവില്ല. അതും ശരിയാ. പക്ഷെ അണികളുടെ ഇന്നലത്തെ മുദ്രാവാക്യം വെളിയിൽ ഇച്ച ഒന്ന് കേൾക്കണമായിരുന്നു. ചത്തിമറ്റം നേതാവേ, ചത്തി ചത്തി മുന്നേറൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഉണ്ട്? 10 മണിക്ക് മാമൂട്ടി യുവദീപ്തിയുടെ സെമിനാറിൽ പങ്കെടുക്കാനുള്ളതാ. എന്റെ ഈശോയെ, ഇങ്ങനെ ഒരു ഉറക്കപ്രാന്ത ചെറുക്കൻ. എടാ ജിമ്മി, അങ്ങോട്ടേക്കടാ. എടാ അങ്ങോട്ടേക്ക. എന്നടാ തീർന്നാമേ, 5 മിനിറ്റ് പ്ലീസ്. പറയുന്നേ ഓ അവൻ കുറച്ചു നേരം കൊണ്ട് കിടന്ന് ഉറങ്ങത്തില്ലയോ? അതിന് ഈയാടെ വക്കാലത്തൊന്നും വേണ്ട, പോയി പണി നോക്കടോ. ഭാരപ്പാതിരക്ക് എങ്ങാണ്ടാ ചെറുക്കൻ വന്ന് കിടന്നത്. എന്നാ രാഷ്ട്രീയ ആയാൽ എന്നാ, മനുഷ്യർക്ക് ഊണുറക്കം വേണ്ടായോ? ഊണ് ഉറക്കം ഉപേക്ഷിച്ച് ഇങ്ങനെ പണിയെടുത്താലേ ആറ്റിപ്രാക്കൽ തെറുതയുടെ കൊച്ചുവൻ നാളെ MLA മന്ത്രിയൊക്കെ ആവൂ. കൊടിവെച്ച കാറിന്റെ പുറകിൽ നമുക്കൊന്ന് പോണ്ടായോ? അതിനിപ്പോ എന്നാ പ്രയാസം? നമ്മുടെ ക്ലാരമ്മയുടെ അംബാസിഡറിന്റെ മുമ്പില് ഒരു കൊടി വെച്ച് കെട്ടി വല്യമ്മച്ചിയും കൊച്ചുമോനെ അതിൽ ഇറങ്ങി ഇരുന്നാ മതി. അത് സ്റ്റേറ്റ് കാറാവും. ഏരണം കെട്ട വർത്താനം പറയാതെടി. എടീ, ഇവനെ മന്ത്രിയാക്കാവുന്ന വാക്ക് പറഞ്ഞത് കോരസാറ ആണെങ്കിൽ ആക്ക് തന്നെ ചെയ്യും. നമ്മുടെ ഈ കോട്ടയം പാല പ്രദേശത്ത് കോരസാറിന്റെ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഏത് കുറ്റിച്ചോളിനെ നിർത്തിയാലും നിൽക്കുന്നവൻ ജയിക്കും. അത് ഡെഫിനിറ്റ്. അപ്പൊ കുറ്റിച്ചോളിന് സമാധാനം ഞാനല്ലേ? അയ്യോ എന്റെ ദൈവം കർത്താവേ, ഞാൻ അങ്ങനല്ല മോനെ പറഞ്ഞേ. നമ്മുടെ പാർട്ടിക്കാർക്കും കോരസാറിനും അത്രയ്ക്ക് പിടിപാടുണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ടാണോ എന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ 5 മിനിറ്റ് കൂടെ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത? അയ്യോ അത് നേരെ. എന്റെ മോൻ കിടന്ന് ഉറങ്ങിക്കോ. എടി, ഉറങ്ങിക്കിടക്കുന്ന കൊച്ചനെ അന്നോടി ചായയും കൊണ്ടുവന്ന് വിളിക്കുന്നേ. ഇച്ചായ